കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും പറയുന്നത് വഖഫിൻ്റെ ഇപ്പോൾ ഇൻട്രീം ജഡ്ജ്മെന്റ് വന്നല്ലോ, അതിനകത്ത് കേന്ദ്രത്തിന് തിരിച്ചടി എന്നാണ്. ശരിക്കും അങ്ങനെ ഒരു തിരിച്ചടിയുടെ കാര്യം എന്തെങ്കിലും ഈ വിധിയിലുണ്ടോ? ഈ വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഒരു പറ്റം ഹർജികളുണ്ടായിരുന്നു. ഈ ഒരു പറ്റം ഹർജികൾ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഈ നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം, മുസ്ലിമുകളുടെ ആരാധനാ സ്വാതന്ത്ര്യം, വഖഫ് സ്വത്തുക്കൾ ആർജിക്കുന്നതിനുള്ള അവകാശം ഇതെല്ലാം നിഷേധിക്കുമെന്നാണ് അവരുടെ പരാതി. എങ്ങനെയായിരുന്നു? അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷം, വലതുപക്ഷം, കോൺഗ്രസ്, പിന്നെ ഒരു മുസ്ലിം സംഘടനകളെല്ലാം സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയുടെ ഇന്നലത്തെ വിധി ഇടക്കാല വിധി. അപ്പോൾ ഇടക്കാല വിധി എന്ന് പറഞ്ഞാൽ അന്തിമ ഉത്തരവല്ല. അന്തിമ ഉത്തരവിൻ്റെ ചില സൂചനകൾ ധ്വനിപ്പിക്കുന്ന വിധി. പിന്നെ മാത്രമല്ല, അന്തിമ വിധി വരുന്നതിന് മുമ്പ് താൽക്കാലികമായി ചില ആശ്വാസങ്ങൾ കൊടുക്കാൻ ഹർജിക്കാർക്ക് അവകാശമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് ഇടക്കാല വിധി എന്ന് പറയുന്നത്. ഇടക്കാല വിധിയിൽ ചില സ്റ്റേ ഉണ്ട്. അതുകൊണ്ടാണ് ആ സ്റ്റേ എടുത്ത് പൊക്കിപ്പിടിച്ചിട്ടാണ് പറയുന്നത്, കണ്ടില്ലേ കേന്ദ്രം തോറ്റു, കേന്ദ്രത്തിൻ്റെ ഒരു കിരാത നിയമം പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. എന്തൊരു മണ്ടത്തരമാണെന്നറിയോ? കാരണം കോടതി വിധി ഇൻ്റർവ്യൂ ഓർഡർ തന്നെയാണ് 128 പേജുള്ള ദീർഘമായൊരു വിധിയാണ് ഇടക്കാല ഉത്തരവ്. ഇടക്കാല ഉത്തരവിൽ പറയുന്നു, ആദ്യമേ തന്നെ വളരെ കൃത്യമായി പറയുന്നു, ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? വഖഫ് നിയമ ഭേദഗതി 2025 ഏപ്രിൽ 5 കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് റദ്ദാക്കണം. കോടതി എന്ന് പറഞ്ഞു, ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആരാ ജയിച്ചത്? സർക്കാർ ജയിച്ചു. സർക്കാരിൻ്റെ നിലപാട് ശരിവെച്ചു. 2, ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഈ നിയമം വഴി മുസ്ലിമുകളുടെ ഒരു ആരാധനാ സ്വാതന്ത്ര്യവും ലംഘിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവരുടെ കേന്ദ്ര നിയമ ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന ഭാഗം തള്ളി കോടതി എന്ന് പറയാം, അല്ലേ? ഇനി പ്രധാനപ്പെട്ട കാര്യം, ചില കാര്യങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആർക്കും ആരുടെ ഭൂമിയും വഖഫാക്കാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട് നിലവിലുള്ള നിയമത്തിൽ. അല്ല, ഈ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പുള്ള നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആർക്കും വേണമെങ്കിൽ വഖഫിന് കൊടുക്കാം. പ്രിയന് ഇപ്പോൾ താമസിക്കുന്ന വീട്, ആ വീട്ടിൽ ഒരു വഖഫ് ബോർഡ് വന്നിട്ട് പറയുകയാണ്, ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറയും. അപ്പോൾ പ്രിയൻ ചോദിക്കുക, വഖഫിൻ്റെ ഭൂമിയോ? ഇത് എൻ്റെ ഭൂമി, എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇവരൊക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്ന, അല്ലേ? അങ്ങനെ പാരമ്പര്യമായി കിട്ടിയ ഭൂമിയാണെന്നിരിക്കും, അങ്ങനെ കിട്ടിയ ഭൂമിയാണെന്ന് പറയുന്നു. അപ്പോൾ വഖഫ് ബോർഡ് പറയാം, അതൊക്കെ ശരിയാണ്, ഇയാളുടെ അച്ഛൻ, ഓക്കെ, അച്ഛൻ്റെ അച്ഛനുണ്ടല്ലോ, ശരി, ഈ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇത് ഒരു ദിവസം ഇത് വഖഫിന് കൊടുക്കാൻ, അള്ളാഹ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വഖഫാണ് എന്ന് പറയുകയാണ്. അതായത് അന്യമതസ്ഥരായ ഹിന്ദുക്കളോ ക്രിസ്ത്യാനിയോ സിഖുകാരനോ ആയ ഒരാൾക്കും അയാളുടെ ഭൂമി വഖഫിന് കൊടുക്കാം എന്നായിരുന്നു നിലവിലുള്ള നിയമം. അയാൾ മനസ്സാൽ വിചാരിച്ചാൽ മതി, മനസ്സാൽ വിചാരിച്ച ആ സെക്കൻഡിൽ വഖഫായി പോയി. അപ്പോൾ പ്രിയൻ്റെ മുത്തച്ഛൻ്റെ ഭൂമി ഇപ്പോൾ പ്രിയൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ മുത്തച്ഛൻ ഇത് വഖഫിന് കൊടുത്തു എന്ന് അന്ന് ജീവിച്ചിരുന്ന സുലൈമാനോട് പറഞ്ഞിരുന്നു എന്ന് സുലൈമാൻ്റെ മകൻ്റെ മകൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി വഖഫാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ വരുന്നത്. ഇന്ത്യയിലെ ഏത് പ്രോപ്പർട്ടിയും പിടിച്ചെടുക്കാൻ വരുന്നത് ആ മുസ്ലിമിന് വഖഫ് ചെയ്യാം എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് മിനിമം 5 വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭൂമി വഖഫിന്, സ്വത്ത് വഖഫിന് കൊടുക്കാൻ കഴിയൂ എന്നൊരു നിയമ ഭേദഗതി പുതിയ ബില്ലിൽ കൊണ്ടുവന്നു. അപ്പം ഈ ഹർജി, ഈ നിയമം മൊത്തം ചോദ്യം ചെയ്ത കൂട്ടത്തിൽ ഈ വകുപ്പും ചോദ്യം ചെയ്യപ്പെടും. അതെടുത്ത് വെച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു 5 വർഷം വേണം എന്ന് പറയുന്നത് ശരി, അങ്ങനെ നിയമം കൊണ്ടുവരാൻ വ്യവസ്ഥയുണ്ട്. പക്ഷെ 5 വർഷമായിട്ട് ഇയാൾ മുസ്ലിമാണെന്ന് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? എന്ത് ചട്ടപ്രകാരമാണ് അയാൾ കഴിഞ്ഞ 5 വർഷമായിട്ട് മുസ്ലിമാണെന്ന് സർക്കാർ കണ്ടെത്തുന്നത്? അതിനുള്ള ചട്ടം സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ചട്ടം സർക്കാർ ഉണ്ടാക്കുന്നത് വരെ ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാളെ സർക്കാർ ഒരു ചട്ടം ഉണ്ടാക്കിയാൽ ആ സ്റ്റേ ഇല്ലാതായി. അപ്പം ഇത് പൊക്കിപ്പിടിച്ചിട്ട് പറയുകയാണ്, ഉണ്ടോ ആ മുസ്ലിം ലീവിന് വഖഫ് ചെയ്യണമെങ്കിൽ മിനിമം 5 വർഷം വേണമെന്നുള്ള വ്യവസ്ഥ സ്റ്റേ ചെയ്തിരിക്കുന്നു. സർക്കാർ നാളെ അതിനൊരു റൂൾസ് ഉണ്ടാക്കിയാൽ തീർന്നു, കഥ കഴിഞ്ഞു, ഇല്ലേ? അതെ.
അപ്പോൾ സർക്കാർ ചട്ടം ഉണ്ടാക്കുന്നത് വരെ അതില്ല. അപ്പോൾ ഇത് വിജയമാണോ? എനിക്കറിയാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യം എന്താണെന്ന് അറിയാം. അതായത് വഖഫ് ബോർഡിൽ, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുള്ള വഖഫ് ബോർഡിൽ അമുസ്ലിമുകളെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കേന്ദ്ര വഖഫ് ബോർഡിൽ 22 പേരുണ്ട്, സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 11 പേരാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ ചോദിച്ച ദേവസ്വം ബോർഡിൽ ക്രിസ്ത്യാനി വെക്കുവോ, ദേവസ്വം ബോർഡിൽ മുസ്ലിമിനെ വെക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അത് പറ്റില്ല, അത് റദ്ദാക്കണം സുപ്രീം കോടതി എന്ന് ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതി എന്ന് പറയുന്നറിയോ, ഇന്നലത്തെ ഇടക്കാല വിധിയിൽ അമുസ്ലിമിനെ വെക്കാം, വഖഫ് ബോർഡിൽ മുസ്ലിമുകളല്ലാത്തവരെ വെക്കാം എന്നുള്ള ഭേദഗതി അംഗീകരിച്ചു. വിത്ത് എ ക്ലോസ്, ഒരു വ്യവസ്ഥ. അതായത് 22 പേരുള്ള കേന്ദ്ര വഖഫ് ബോർഡിൽ മുസ്ലിമുകളല്ലാത്തവരെ വെക്കാം, പരമാവധി 4 പേരെ. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 11 പേരുണ്ട്, പരമാവധി 3 പേരെ വെക്കാം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആർക്കായിരിക്കും? മുസ്ലിമുകൾക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ് അമുസ്ലിമുകളെ കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളിൽ വെക്കണം എന്ന് തീരുമാനിച്ചത്? പ്രിയനറിയാം കാര്യം, നമ്മൾ പലതവണ പറഞ്ഞതാണ്. കാരണം വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോർഡിന് ഇന്ത്യയിലെ ആരുടെ പ്രോപ്പർട്ടിയും വഖഫാണെന്ന് ക്ലെയിം ചെയ്യാം. പ്രിയൻ്റെ വസ്തു, ഞാൻ വഖഫ് ബോർഡ് ആണെങ്കിൽ വഖഫ് ബോർഡ് പറയാണ് പ്രിയൻ്റെ വസ്തു വഖഫ് സംബന്ധിച്ച് വഖഫാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം ആ സെക്കൻഡ് മുതൽ വഖഫാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം, നിങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റും. എന്തൊരു കിരാത നിയമമാണ്! ഒരാളുടെ വസ്തു വഖഫിൻ്റെ ആണെന്ന് വഖഫ് ബോർഡ് സീംസ് എന്നാണ് പറയുന്നത്. വഖഫ് ബോർഡിന് തോന്നിയാൽ മതി, തോന്നിയാൽ ഉടനെ എന്ത് ചെയ്യാം? അത് വഖഫിന് ഏറ്റെടുക്കാം എന്ന് പറയുന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമുള്ളതാണ്. അപ്പോൾ വഖഫിന് ആരുടെ ഭൂമി ഏറ്റെടുക്കാം? ഹിന്ദുവിൻ്റെ ഏറ്റെടുക്കാം, ക്രിസ്ത്യാനിയുടെ ഏറ്റെടുക്കാം, സിഖുകാരൻ്റെ ഏറ്റെടുക്കാം, ജൈനൻ്റെ ഏറ്റെടുക്കാം. എന്നിട്ട് അത്തരം പരാതികൾ മുസ്ലിമുകൾ മാത്രം തീരുമാനിച്ചാൽ നീതി കിട്ടുമോ? കോഴിയെ വെറുതെ വിടണോ വേണ്ടയോ എന്ന് കുറുക്കന്മാരുടെ ഒരു കമ്മിറ്റി തീരുമാനിച്ചാൽ അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, അതിനകത്ത് മുസ്ലിമുകളല്ലാത്തവരും വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ ചോദിച്ചത് ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കുമോ? ഒരു ഘട്ടത്തിൽ കോടതിയും ചോദിച്ചു. അപ്പോൾ കേന്ദ്രം പറഞ്ഞു ദേവസ്വം ബോർഡിൽ വെക്കേണ്ട കാര്യം, ദേവസ്വം ബോർഡിന് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ആരുടെ ഭൂമിയും ഏറ്റെടുക്കാമെന്ന് പറയുന്ന അധികാരമില്ല. നാളെ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു അധികാരം കൊടുത്താൽ മുസ്ലിങ്ങളെ വെച്ചോ. ദേവസ്വം ബോർഡിന് അങ്ങനെ അധികാരം കൊടുത്താൽ എന്നറിയോ, നമ്മുടെ കേരളത്തിലെ കാര്യം കേരളം മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെ ആവും. കാരണം ദേവസ്വം ഭൂമിയായിരുന്നു കേരളത്തിലെ ഏതാണ്ട് 90% ഭൂമിയും, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്ത് പറ്റി? സുപ്രീം കോടതിയുടെ ഇന്നലത്തെ സ്റ്റേ ഉത്തരവിൽ ആ മുസ്ലിമിനെ വെച്ച വ്യവസ്ഥ റദ്ദാക്കിയോ? ഇല്ല, അത് തുടരാമെന്ന് പറഞ്ഞു. പരമാവധി 4 പേര് കേന്ദ്രത്തിലും 3 പേര് സംസ്ഥാനത്തിലും എന്ന് പറഞ്ഞു. ഇനി ഇവർ വേറെന്ന് പറഞ്ഞിരുന്നു, ഇങ്ങനെ വഖഫ് ബോർഡുകളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ CEO മുസ്ലിം ആയിരിക്കണം. അത് കേന്ദ്ര പുതിയ നിയമത്തിൽ പറഞ്ഞത് മുസ്ലിമുകളല്ലാത്തവർക്കും CEO ആകാമെന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? കഴിവുള്ളിടത്തോളം മുസ്ലിങ്ങളെ വെക്കാൻ നോക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രമേ വെക്കാവുള്ളൂ എന്ന് കോടതി പറഞ്ഞോ? ഇല്ല, കഴിയുന്നത്രയും മുസ്ലിങ്ങളെ CEO ആക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം, തള്ളിപ്പോയേ. വഖഫ് ബോർഡിൽ മറ്റ് മതക്കാർ പാടില്ല എന്നുള്ളത് തള്ളിപ്പോയേ. CEO മുസ്ലിം തന്നെ ആയിരിക്കണമെന്നുള്ള കർശന നിയമം വേണമെന്നുള്ളത് തള്ളിപ്പോയേ. ഇനി സെക്ഷൻ 3E പ്രകാരം കേന്ദ്ര സർക്കാർ പറഞ്ഞു SC/ST വിഭാഗങ്ങൾ, ആദിവാസികൾ, അതുകൂടാതെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകൾ ഇത് വഖഫ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ സ്ഥലമെല്ലാം അള്ളാഹ്ക്ക് കൊടുത്തിരിക്കുന്നു, വഖഫ് പറഞ്ഞാൽ മതി. ഉടനെ ആ ഭൂമി എന്ത് പറ്റും? വഖഫിന് പോവും. അങ്ങനെ ഇവരെ പറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് കേന്ദ്രം നിയമം കൊണ്ടുവന്നു 3E. പുതിയ നിയമത്തിലെ സെക്ഷൻ 3E പറഞ്ഞത് സർക്കാർ ഭൂമി വഖഫാക്കാൻ പറ്റില്ല. ഡൽഹിയിൽ സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫാണെന്നാണ് പറയുന്നത്. പുതിയ പാർലമെന്റിന്റെ സ്ഥലം വഖഫിന്റെ ആണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ചെങ്കോട്ട വഖഫിന്റെ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ ഭൂമി മുഴുവൻ വഖഫിന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെടുത്ത് കളയാൻ വേണ്ടിയിട്ട്, ആ തെമ്മാടിത്തരം, ആ അവകാശവാദം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നിയമ ഭേദഗതിയിൽ സെക്ഷൻ 3E കൊണ്ടുവന്നത്. അപ്പോൾ ആദിവാസികളുടെ, പട്ടികാതിക്കാരുടെ, കേന്ദ്ര സർക്കാരിൻ്റെ ഭൂമി വഖഫല്ല എന്ന് പറഞ്ഞു. അത് ശരിവെച്ചു.
ഇനി സർക്കാർ ഭൂമി ചെങ്കോട്ട ഞങ്ങളുടെയാണെന്ന് പറയാൻ പറ്റില്ല, പാർലമെൻറ്റ് ഞങ്ങളുടെയാണെന്ന് പറയാൻ പറ്റില്ല, സുപ്രീം കോടതി ഞങ്ങളുടെയാണെന്ന് പറയാൻ പറ്റില്ല. വിവിധ സംസ്ഥാനങ്ങളിലുള്ള പൊതു പാർക്കുകളുണ്ടല്ലോ, ഈ പൊതുമൈതാനങ്ങളിലൊക്കെ ഇവർ ഈദ്ഗാഹ് നടത്തും. എന്നിട്ട് പറയും ഞങ്ങൾ അവിടെ പ്രാർത്ഥന നടത്തുന്നതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വഖഫാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ചന്ദ്രശേഖരൻ സ്റ്റഡി പോയല്ലോ എന്നാ പിന്നെ. കേരളത്തിലേ പറയാതുള്ളൂ, മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ തർക്കമുണ്ട്. അതിനി അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. കാരണം ഈ സുപ്രീം കോടതി ശരിവെച്ചു. ആര് ജയിച്ചു? ആരാ ജയിച്ചത്? സർക്കാർ ജയിച്ചു. ഇനി തീർന്നില്ല. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എടുക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പണ്ട് മുതലുള്ള ചരിത്ര സ്മാരകങ്ങളില്ലേ, ഇപ്പം സമ്പലിലെ വിവാദമായ പള്ളി, സമ്പൽ പള്ളി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേതാണ്. പക്ഷെ അത് അവിടെ ആരാധിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. ഇവർക്കത് സ്വന്തമായിട്ട് വേണം. ആ പള്ളിക്കടിയിൽ അമ്പലമുണ്ട്, അമ്പലം പൊളിച്ചിട്ടുണ്ടാക്കിയ പള്ളിയാണ്. അത്തരം സാധനങ്ങൾ വഖഫിന് വിട്ടുകൊടുക്കണം. പൗരാണികമായ ഈ സ്മാരകങ്ങളായിട്ടുള്ള മസ്ജിദുകളും ഒക്കെ വഖഫിന് കൊടുക്കണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു പറ്റത്തില്ല. ഇവർ പറഞ്ഞ ന്യായം എന്നറിയോ? സർക്കാരിൻ്റെ അധീനതയിലായാൽ ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും. അപ്പോൾ കോടതി പറഞ്ഞു പല കേസുകളുണ്ട്, പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ആരാധന നടക്കുന്നുണ്ട്, സമ്പല്ലി പോലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വാദത്തിന് ഒരു പ്രസക്തിയുമില്ല, ഈ ആശങ്കയ്ക്ക് വകയില്ല. ഇത്തരം സ്ഥാപനങ്ങളിൽ ഇപ്പം നമ്മുടെ തിരുവഞ്ചിക്കുളം ക്ഷേത്രമുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് പൗരാണികമായ ക്ഷേത്രമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. പക്ഷേ എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്ക് ആരാധനയുണ്ട്, സമ്പലിൽ മുസ്ലിങ്ങൾക്ക് ആരാധനയുണ്ട്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പൗരാണിക സ്മാരകങ്ങൾ ഏറ്റെടുത്താൽ അത് മുസ്ലിങ്ങളുടെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും എന്നുള്ള വാദം തെറ്റാണ്, നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. ആര് ജയിച്ചു? സർക്കാർ ജയിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് ബൈ യൂസർ എന്ന് പറയും. അപ്പോൾ പ്രിയൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ ദീർഘകാലമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പം എന്നോട് ഒഴിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ ഈ പ്രിയൻ്റെ വീട് അള്ളാഹിക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വഖഫായി പോയിരുന്നു. ബൈ യൂസർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആൾക്ക് അത് വഖഫിന് കൊടുക്കായിരുന്നു. അത് റദ്ദാക്കി. കോടതി എന്താ പറഞ്ഞു? അങ്ങനെ എടുത്തു കളഞ്ഞത് ഏകപക്ഷീയമല്ല, അധികാര ദുരുപയോഗം ചെയ്തിട്ടില്ല. മാത്രമല്ല അങ്ങനൊരു വകുപ്പ് വേണമെന്ന് പറയാൻ കോടതി ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് ചില ആളുകൾ വലിയ തുക കടം മേടിക്കും. ഞാൻ പ്രിയൻ്റെ ഇതൊരു 50 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. ഞാൻ തന്നിരിക്കുന്നത് എൻ്റെ പ്രമാണം തന്നിട്ടാണ് കടം വാങ്ങിച്ചിരിക്കുന്നത്. പ്രിയൻ ആ കാശ് തിരിച്ചു ചോദിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ വസ്തു അങ്ങ് എടുക്കും, അല്ലെങ്കിൽ നിയമപരമായി ഞാൻ ഈ വസ്തുവിൽ നിന്ന് ഇത് അറ്റാച്ച് ചെയ്യാനുള്ള നടപടി എടുക്കുമെന്ന് പ്രിയൻ എന്നോട് പറയുന്നു. ഉടനെ ഞാൻ എന്തറിയോ, ഞാനിത് വഖഫിന് കൊടുത്തിരിക്കുന്നു. അതായത് തിരിച്ചു വാങ്ങിയ കാശ് കൊടുക്കാതിരിക്കാൻ വഖഫിന് കൊടുക്കുന്ന പരിപാടി നമ്മുടെ രാജ്യത്തുണ്ട്. ഞാൻ പറഞ്ഞതല്ല. ഇന്നലത്തെ ഇൻ്ററിം ഓർഡറിൽ ചീഫ് ജസ്റ്റിസ് ഗവായിയും അഗസ്റ്റിൻ ജോർജും തമ്മിൽ ചേർന്ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുകയാണ്. അതായത് ഈ വഖഫ് ബൈ യൂസറിൻ്റെ ആനുകൂല്യം ദുരുപയോഗം ചെയ്ത് കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വഖഫ് ചെയ്യുന്ന പരിപാടിയുണ്ട് നമ്മുടെ രാജ്യത്ത്. കോടതി മറ്റൊന്നുകൂടെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് ഒരു പൂതിയുണ്ട്, ഒന്നിലേറെ കെട്ടണം. ഹിന്ദുവാണെ കെട്ടാൻ പറ്റത്തില്ല, ക്രിസ്ത്യാനിയാണെ കെട്ടാൻ പറ്റത്തില്ല, വേറെ ഏത് മതക്കാരനാണെങ്കിലും കെട്ടാൻ പറ്റില്ല പക്ഷേ എന്ത് ചെയ്യുന്നറിയോ, വേറെ 3-4 പെണ്ണുങ്ങളെ കെട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, മതം മാറി ഇസ്ലാം ആവുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് വഖഫ് ബൈ യൂസർ എന്നുള്ള വ്യവസ്ഥ അവസാനിപ്പിക്കുന്ന നിയമ ഭേദഗതി ശരിയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കോടതി ഉയർത്തി പറഞ്ഞു, അതിന് മുൻകാല പ്രാബല്യം വേണ്ട. പണ്ടൊക്കെ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ പോയിട്ടുണ്ട്, അതെല്ലാം കൂടെ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്ന ഒരുപാട് തർക്കമൊക്കെ ഉണ്ടാകും. അത് വേണ്ടെന്ന് എനിക്കതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഒരു കാട്ടാള നിയമം കൊണ്ട്, ഒരു കിരാത നിയമം കൊണ്ട് പാവപ്പെട്ടവൻ്റെ സ്വത്ത് തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുൻകാല പ്രാബല്യം കൊടുത്ത് തിരിച്ചു പിടിക്കുക തന്നെ വേണ്ടതാണ്. പക്ഷെ അക്കാര്യത്തിൽ സുപ്രീം കോടതി ഇവർക്കൊരു ഇളവ് കൊടുത്തു. പക്ഷേ ഇനി പറ്റത്തില്ല. വഖഫ് ബൈ യൂസർ എന്നുള്ള സാധനം ഇനി പറ്റില്ല എന്നുള്ള കേന്ദ്ര നിയമം സുപ്രീം കോടതി ശരിവെച്ചു. എവിടെ തോറ്റു? ആര് തോറ്റു? ഇനി സർക്കാരിന് തിരിച്ചറിയുണ്ടായ കാര്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ പ്രിയൻ്റെ ഭൂമി ഞാൻ വഖഫ് ബോർഡ് പറയാം, ഞാൻ വിചാരിക്കുകയാണ് ഇത് എൻ്റെയാണെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ എൻ്റെ ആയി. പിന്നെ പ്രിയൻ കേസിന് പോകണം. അതായിരുന്നു നിലവിലുണ്ടായിരുന്ന നിയമം. അത് മാറ്റിയിട്ട് കേന്ദ്ര നിയമത്തിൽ സെക്ഷൻ 3C4 ഒക്കെ പ്രകാരം ഒരു വ്യവസ്ഥ ഉണ്ട്. അതായത് ഒരു പരാതി വന്നു, വഖഫ് ഒരു ഭൂമി
ഏറ്റെടുക്കുന്നതായിട്ട് പറഞ്ഞു. ഉടനെ നമ്മൾ തർക്കം ഫയൽ ചെയ്തു. തർക്കം ഫയൽ ചെയ്ത ആ നിമിഷം മുതൽ ആ ഭൂമി വഖഫിൻ്റെ അല്ല ഉണ്ടാവും. ശരിക്കും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന ഒരു നിയമമായിരുന്നു കേന്ദ്രം കൊണ്ടുവന്നത്. അതായത് വഖഫ് ബോർഡ് കാണിച്ചിരുന്ന അതേ പോക്കുതരം തിരിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു വകുപ്പായിരുന്നു. വഖഫ് ബോർഡ് എന്നാണ്, എനിക്ക് തോന്നിയാൽ നിങ്ങളുടെ ഭൂമി എൻ്റെയാണ്, നിങ്ങൾ പിന്നെ കേസിൽ പോകണം. അതിന് തെറിക്കുത്തരം മുറിപ്പത്തൽ പോലെ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയായിരുന്നു. അങ്ങനെ ഒരുത്തം വഖഫ് ബോർഡ് പറഞ്ഞാൽ തിരിച്ച് നമ്മളൊരു തർക്കം പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ അത് വഖഫ് അല്ലാണ്ടാവും. അത് കോടതി അത് ശരിയല്ല എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്തു. കാരണം അങ്ങനെ തീരുമാനം എടുക്കുന്നത് ഇത്തരം പരാതികൾ കൊടുക്കുന്ന ആർക്കാണെന്നറിയോ? ഒരു റവന്യൂ ഉദ്യോഗസ്ഥനായിരിക്കും. ആ റവന്യൂ ഉദ്യോഗസ്ഥൻ ഈ ടൈറ്റിലിൽ നിന്ന് ഈ വസ്തുവിൻ്റെ തണ്ടപ്പേരും ആധാരത്തിലെ പേരും ഒക്കെ മാറ്റി റവന്യൂ രേഖ പുതുക്കണം. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ, റവന്യൂ ഉദ്യോഗസ്ഥൻ അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം അത് തർക്കം ഉണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണലോ കോടതികളോ ഒക്കെ ഇടപെട്ട് വേണം ചെയ്യാൻ. ഒരു ഉദ്യോഗസ്ഥന് ആ പവർ കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് സാങ്കേതികമായും ശരിയാണ് അല്ലേ? കാരണം ഒരു ഉദ്യോഗസ്ഥൻ എന്ന് തീരുമാനിക്കുക, കേവലം ഒരു ഉദ്യോഗസ്ഥന് അയാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് വിട്ടുകൊടുക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു ഹയർ ബോഡി തീരുമാനിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ജുഡീഷ്യൽ ബോഡി തീരുമാനിക്കുന്നത്, റവന്യൂ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ജുഡീഷ്യൽ, ജില്ലാ കളക്ടർ ആയാലും കുഴപ്പമില്ല, കാരണം ജില്ലാ കളക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നത് നല്ലതാണ്. അതാണ് ശരിയായ നടപടി. അത്തരം ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ ഈ ടൈറ്റിലൊക്കെ മാറ്റാം എന്നുള്ള വ്യവസ്ഥ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുമാത്രമാണ് ആകെ ആശ്വാസകരമായിട്ടുള്ളത്. ഇപ്പോൾ പ്രിയൻ ചോദിച്ചില്ലേ, ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണെന്ന്. ഇത്രയും പറഞ്ഞു കേട്ടിട്ട് എന്ത് തോന്നി? ഒരു തിരിച്ചടിയില്ല. ഇവിടെ ഉള്ള ഒരു വിധി വായിച്ചില്ലേ എന്നാണ് എൻ്റെ സംശയം ഇപ്പോൾ തോന്നുന്നത്. അല്ല, എന്ത് പറഞ്ഞാലും തോറ്റു എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇപ്പം ഞാൻ സമസ്ത ഉൾപ്പെടെയുള്ളവരൊക്കെ വലിയ വിജയമാണെന്നൊക്കെ പറയുന്നുണ്ട്. വിധിയെ സ്വാഗതം ചെയ്തു, നല്ല കാര്യം. അവർക്കൊരു മാറ്റം ഉണ്ടായിട്ടാണ് സ്വാഗതം ചെയ്തതെങ്കിൽ നന്നായി. ഇനി കേന്ദ്ര മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ ഹനിച്ചു എന്ന് പറയത്തുള്ളൂ. ഏതായാലും ഒരു ഡ്രാക്കോണിയൻ നിയമത്തിൻ്റെ പല്ലും നഖവും പറിച്ചു കളയാൻ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ ഏതാണ്ട് സുപ്രീം കോടതി ശരിവെച്ചതിന് തുല്യമാണ് ഇന്നലത്തെ ഉത്തരവ്. ഇതിൻ്റെ ഗുണം കേരളത്തിൽ കിട്ടാൻ പോകുന്ന ആർക്കതറിയുക? മുനമ്പത്തെ സാധുക്കൾക്കാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.